For a brilliant move, choose ഭവൻസ് വിദ്യാലയ ഒറ്റപ്പാലം. വിശ്വസിച്ചേൽപ്പിക്കാം വരും തലമുറയെ. കയറുംപാറ കേന്ദ്രീയ വിദ്യാലയം റോഡിന്റെ നവീകരണ പ്രവൃത്തികൾ പാതി വഴിയിൽ നിന്നതിൽ പ്രതിഷേധം അറിയിച്ച് ഓട്ടോ തൊഴിലാളികളും പ്രദേശവാസികളും. കയറുംപാറ കേന്ദ്രീയ വിദ്യാലയം റോഡിന്റെ നവീകരണ പ്രവൃത്തികൾ പാതി വഴിയിൽ സ്തംഭിച്ചു. എമൽഷൻ അടിച്ചതിന് ശേഷം ഒരു പ്രവൃത്തിയും നടന്നിട്ടില്ലെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. എമൽഷൻ അടിച്ചതിന് ശേഷം ടാറിംഗ് പ്രവൃത്തികളാണ് നടക്കേണ്ടതെന്നും നാളിതുവരെയായിട്ടും ടാറിംഗ് പ്രവൃത്തികൾ നടക്കാത്തതിൽ പ്രദേശവാസികളും ഓട്ടോ തൊഴിലാളികളും പ്രതിഷേധം അറിയിച്ചു. ടാറിംഗ് ചെയ്യാത്തത് കാരണം പൊടിയും മറ്റ് ബുദ്ധിമുട്ടുകളും ഉണ്ടെന്നാണ് ഓട്ടോറിക്ഷ തൊഴിലാളികളടക്കം പറയുന്നത്. എമൽഷൻ അടിച്ചതിന്റെ കെമിക്കൽ ശ്വസിച്ച് ആരോഗ്യ പ്രശ്നങ്ങൾ അടക്കമുണ്ടാകുന്ന സാഹചര്യമുണ്ടെന്നാണ് ഇവർ പറയുന്നത്. നല്ലൊരു ബുദ്ധിമുട്ട് തന്നെയാണ് ഈ പൊടി പാറിയിട്ട്. നമുക്കൊരു ബസ് പോയി അല്ലെങ്കിൽ ലോറി പോയാൽ അതിന് പിന്നിൽ നമുക്ക് ഒന്നും കാണുന്നില്ല. പിന്നെ ഈ പൊടി അടിച്ചിട്ട് നല്ല വിഷയങ്ങളുണ്ട് ഞങ്ങൾക്കൊക്കെ. ഇപ്പൊ അടുത്തന്നെ ഇതിന്റെ ടാറിംഗ് ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. പൊടി ശ്വസിക്കുമ്പോ ശ്വാസം മുട്ടൽ പോലുള്ള സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. കോൺട്രാക്ടർ പറയുന്നത് പ്ലാന്റ് ഓപ്പറേറ്റർ സ്ഥലത്തില്ല എന്നും നിലവിലുണ്ടായിരുന്ന MLA പറയുന്നത് ടാർ എത്തിയിട്ടില്ല എന്നുമാണ്. ഏതാണ് വിശ്വസിക്കേണ്ടത് എന്നറിയാത്ത അവസ്ഥയിലാണ് ഇവർ. ഈ റോഡ് പണിയുടെ കോൺട്രാക്ടറെ വിളിച്ച് ചോദിച്ചു എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇട്ടത്. ആ കോൺട്രാക്ടർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ പ്ലാന്റ് ഓപ്പറേറ്റർ സ്ഥലത്തില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ കിടക്കണമെന്നാണ്. MLA അന്ന് ഇവിടെ വന്നപ്പോൾ പറഞ്ഞത് ടാർ എത്താത്തതുകൊണ്ടാണ് എന്ന് പറഞ്ഞത്. ഏതാണ് ഇതിൻ്റെ സത്യം എന്നറിയാം. പ്ലാന്റ് ഓപ്പറേറ്റർ ഇല്ല, സ്ഥലത്തില്ല, ആളുടെ അമ്മ മരിച്ചു, അത് കാരണമാണ് എന്നാണ് ഇതിൻ്റെ കോൺട്രാക്ടർ പറഞ്ഞത്. MLA ഇവിടെ വന്നപ്പോൾ പറഞ്ഞത് ഈ ടാർ എത്തിയിട്ടില്ല, ടാർ എത്തിയിട്ടുണ്ട്, പകുതി എത്തിയിട്ടുണ്ട്, ബാക്കിയും കൂടി വരാണ്ട് അതിന് ശേഷം തുടങ്ങുമെന്ന് പറഞ്ഞു. അവർ പറയുന്ന വിവരങ്ങളെ ഞങ്ങൾക്ക് അറിയുള്ളൂ. ഞങ്ങൾ ദുരിതത്തിലാണ്. വലിയ വാഹനങ്ങൾ കടന്നുപോയാൽ ഉണ്ടാകുന്ന പൊടിശല്യമാണ് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നതെന്നും ഓട്ടോറിക്ഷ തൊഴിലാളികൾ പറയുന്നു. ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. ഇത് പൊടി മാറി കഴിഞ്ഞാൽ ഈ പൊടിയിലൊരു കെമിക്കൽ ഉണ്ട്. ആ കെമിക്കൽ ചോദിച്ചാൽ പല സൂക്കേടുകളും വരും. പിന്നെ കാൽനട യാത്രക്കാർക്കും ടൂ വീലർ യാത്രക്കാർക്കും എല്ലാവർക്കും ഇത് പ്രശ്നം തന്നെയാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് റോഡ് ടാർ ചെയ്യാനുള്ള നടപടി സ്വീകരിക്കാൻ വേണ്ടി ഞങ്ങൾ പറയണം. വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷമാണ് റോഡ് പണി ആരംഭിച്ചപ്പോൾ ആശ്വാസം തോന്നിയെങ്കിലും ദുരിതയാത്രയ്ക്ക് അറുതി വരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം.